قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 35-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധിക പേരും ലയഅ്കുലൂന അംവാലൻ നാസ്, ജനങ്ങളുടെ സ്വത്ത്, സമ്പത്ത്, പണം അന്യായമായി അടിച്ചു മാറ്റുകയും വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യും എന്ന് പറയുന്നത് കാണാം. ഇവിടെ ഈ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ എന്ന് പറയുന്നത് പൊതുവിൽ സാധാരണ പറയാറുള്ളത് വേദക്കാരിലെ പണ്ഡിത പുരോഹിതന്മാരെ കുറിച്ചാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇവിടെ പറയുന്നത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വേദക്കാരിലെ പണ്ഡിത പുരോഹിതന്മാരുടെ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അതെന്തിനാണ് വിശ്വാസികളോട് ഇത് പറയുന്നത്? വേദക്കാരിലെ പണ്ഡിത പുരോഹിതന്മാരുടെ ദുഷ്പ്രവർത്തികളെ, ദുഷ്പ്രവണതകളെ എന്തിനാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അവരോട് പറയുന്നത്? മുഖ്യമായും 2 ഉദ്ദേശമാണ് അതിന് പിന്നിലുള്ളത്. ഒന്നാമത്തേത്, വേദക്കാരിലെ പണ്ഡിത പുരോഹിതന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു ദുഷ്പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യവിശ്വാസി സമൂഹത്തിലെ പണ്ഡിത പുരോഹിതന്മാർ ഈ ദുഷ്പ്രവണത കാണിക്കരുത്. ഒന്നാമത്തെ ഉദ്ദേശം അതാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അതിനുവേണ്ടി പണിയെടുക്കേണ്ട പണ്ഡിത പുരോഹിതന്മാർ ഒരു കാരണവശാലും ഇവർ കാണിച്ചതുപോലെ കാണിക്കരുത്. അഥവാ പാവപ്പെട്ട സത്യവിശ്വാസികളുടെ പണം അടിച്ചു മാറ്റുകയും അതുപോലെ തന്നെ അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യരുത്. ഈ പണം അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കട്ടെടുക്കുക എന്നല്ല. അഥവാ ദൈവവിരുദ്ധമായ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് അതിലൂടെ പണം അപഹരിക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാതെ അവരുടെ പണം കട്ടെടുത്തിട്ടല്ല. അപ്പോൾ ഒരു ഉദ്ദേശം അതാണ്, ഈ പണ്ഡിതന്മാർ അത് ചെയ്യരുത്. രണ്ടാമത്തേത്, ഇതിനുള്ള സാധ്യതയുണ്ട്. വിശ്വാസികളോടാണല്ലോ അല്ലാഹു പറയുന്നത്, വിശ്വാസികളെ പണ്ഡിത പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന് ചൂഷണത്തിനുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം.
ഈ രണ്ട് മുഖ്യ ഉദ്ദേശാർത്ഥമാണ് വേദസമൂഹത്തിലെ പണ്ഡിത പുരോഹിതന്മാരെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഇത് പറയുന്നതിൻ്റെ കാരണം. നമുക്കറിയാം, ഇതൊക്കെ പറഞ്ഞിട്ടും ഇതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടും ദൗർഭാഗ്യവശാൽ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ തന്നെയാണ് ഈ ചൂഷകരും ചൂഷിതരുമായി മാറിയിട്ടുള്ളത്. വിവിധ മാർഗേണ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ, തങ്ങന്മാരെന്ന് പറയുന്നവർ, ഔലിയാക്കൾ എന്ന പേരിൽ, മഖ്ബറകൾ എന്ന പേരിൽ, ദിക്ർ ഹൽക്കകൾ എന്ന പേരിൽ, ദിക്ർ മജ്ലിസ് എന്ന പേരിൽ, സ്വലാത്ത് മജ്ലിസ് എന്ന പേരിലൊക്കെ വിവിധങ്ങളായ പേരുകളിലൊക്കെ ഇത്തരം ചൂഷണങ്ങൾ നിർബാധം കേരളീയ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന ഇര എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഇസ്ലാം കടന്നു വന്നത് തന്നെ ഒരു വിമോചന ദർശനമായിട്ടാണ്. ആളുകളെ എല്ലാ അർത്ഥത്തിലുമുള്ള ഏടാകൂടങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം കടന്നു വന്നത് തന്നെ. ഇസ്ലാമിൻ്റെ വിമോചന സങ്കല്പങ്ങളിൽ ഇത്തരം ആത്മീയ ചൂഷണങ്ങളിൽ നിന്നുള്ള വിമോചന സങ്കല്പമുണ്ട്. പ്രധാനമായിട്ടും വേണമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദൈവങ്ങളുടെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, ഈ പറഞ്ഞതുപോലെ ആത്മീയതയുടെ പേരിൽ, ആരാധനകളുടെ പേരിലെല്ലാം ആളുകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ദൈവവുമായി ബന്ധപ്പെടാം, അള്ളാഹുമായി ബന്ധപ്പെടാം. ഇതിനിടയിൽ ഒരു ഏജന്റിൻ്റെയും ആവശ്യമില്ല, ഒരു ഏജൻസിയുടെയും ആവശ്യമില്ല എന്ന് പറയുന്നതോടുകൂടി ഇസ്ലാമിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും വിപ്ലവകരമായ വാക്യം ഏതാന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എല്ലാവിധ ചൂഷണങ്ങളുടെയും കവാടങ്ങൾ അടയ്ക്കുന്ന ഒരു വിപ്ലവ വാക്യമാണ്. എല്ലാ ചൂഷണങ്ങൾക്കും അതോടുകൂടി താഴ് വീഴും ഒരാൾ ഇത് അംഗീകരിച്ചാൽ. അല്ലാഹ് അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നൊരാൾ അംഗീകരിക്കേണ്ട വിധം അംഗീകരിച്ചാൽ, നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പാരമ്പര്യ വിശ്വാസത്തിലൂടെ അംഗീകരിച്ചാലല്ല, അറിയേണ്ട പോലെ അറിയുക. അറിഞ്ഞുകൊണ്ട് ഒരാൾ തൗഹീദ് ഉൾക്കൊണ്ടാൽ അയാളെ പിന്നെ ആത്മീയതയുടെ പേരിൽ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ആത്മീയതയുടെ പേരിൽ പിന്നെ അക്കൂട്ടരെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദർശനം, ആ ഒരു ദർശനത്തിന്റെ വാക്താക്കൾ തന്നെ ഇന്ന് ചൂഷകരും ചൂഷിതരുമായി മാറിയിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇത് ഖുർആൻ എടുത്ത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും അള്ളാഹു എപ്പോഴും സത്യവിശ്വാസികൾ, സത്യനിഷേധികൾ, സത്യവിശ്വാസികൾ, സത്യനിഷേധികൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ പേരുകളിൽ അവരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച അപ്പോൾ നമുക്കറിയാം, വലതുപക്ഷക്കാർ, സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലതുപക്ഷക്കാർ എന്ന് വിളിച്ചിട്ടുണ്ട്, മുത്തഖികൾ എന്ന് വിളിച്ചിട്ടുണ്ട്, മൂമിനീങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്, മുഹ്സിനീങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്. സത്യനിഷേധികളെ അള്ളാഹു കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടതുപക്ഷക്കാർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും അള്ളാഹു വിളിച്ച മറ്റൊരു പേരാണ് ഔലിയ അള്ളാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. തിരിച്ചും സത്യനിഷേധികളെ കുറിച്ച് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്, ഔലിയ അശ്ശൈത്താൻ, ശൈത്താന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കണം, ആലോചിക്കണം. ആ കാലത്തേക്കൊന്ന് നിങ്ങളൊന്ന് തിരിച്ചു നടക്കണം. അവിടെ ചെന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ്. ഇസ്ലാമികമായ വിശ്വാസങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും പറയുകയാണ്. ഇതൊരു കുറേ ആളുകൾ ഉൾക്കൊണ്ടു, അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിച്ചനുസരിച്ച് അദ്ദേഹത്തെ പിന്തുടരാൻ സന്നദ്ധമായി, ഖുർആനെ ദൈവിക വേദഗ്രന്ഥമായി അംഗീകരിക്കാൻ സന്നദ്ധമായി. മറ്റൊരു കൂട്ടർ ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറി. അവർ പിശാചിൻ്റെ ഒപ്പം നിന്നു, പ്രവാചകനെതിരെ നിന്നു. ഈ രണ്ട് കൂട്ടരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദങ്ങളാണ് ഔലിയ അശ്ശൈത്താൻ. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെയും പ്രതിപക്ഷത്ത് നിലയുറപ്പിച്ച ആളുകളെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഔലിയ അശ്ശൈത്താൻ എന്നാണ്.
അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പക്ഷത്ത് നിലയുറപ്പിച്ചവരെ വിളിക്കാൻ ഉപയോഗിച്ചൊരു വാക്കാണ് ഔലിയ അള്ളാഹ്. എത്ര സിമ്പിളാണ്, എത്ര വ്യക്തമാണ്. ഒരു വളച്ചുകെട്ടോ ഒരു വള്ളിക്കെട്ടോ ഒരു ചുറ്റിക്കെട്ടോ ഇല്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയെയാണ് കറാമത്തിൻ്റെ പേരിലായിട്ടും അതല്ലാത്തതിൻ്റെ പേരിലായിട്ടൊക്കെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഖുർആനിനും സുന്നത്തിനും യാതൊരു പരിചയവുമില്ലാത്ത മാനസിക നില തെറ്റിയ ആളുകളെ വരെ ഔലിയാക്കളായി അവതരിപ്പിച്ചുകൊണ്ട് കറാമത്ത് പറഞ്ഞ് അവരുടെ മഹത്വം പറഞ്ഞ് ആളുകളുടെ പണം ചൂഷണം ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഔലിയാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ, ഏതാണ്ട് 10-40 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയോഗിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഖുർആനിൽ ഒരുപാട് പദങ്ങൾ കാണാം. ഇപ്പൊ ദീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? മതമാ എന്നുള്ള നിലക്കാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഒന്നാമത്തെ ഫാത്തിഹയിൽ തന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നില്ലേ? അവിടെ മതമല്ല, അവിടെ പരലോകമാണ് ഉദ്ദേശിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണത്. ദീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അർത്ഥമാണ് അവിടെ ഉള്ളത്. ഇതുപോലെ ഔലിയ എന്ന വ്യത്യസ്തമായ അർത്ഥങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ഇതൊന്നാണ് ഈ ഔലിയ ശൈത്താന്റെ മിത്രങ്ങൾ, ഔലിയ അള്ളാഹുവിന്റെ മിത്രങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് ഈ വളച്ചുകെട്ടി കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്തിൽ, അഥവാ 10-ാം അധ്യായം സൂറത്ത് യൂനുസിൽ 62-ാമത്തെ വചനത്തിൽ വെറുതെ ഔലിയ എന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരുടെ ക്വാളിറ്റിയും അവരുടെ ക്വാളിഫിക്കേഷനും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രപഞ്ചനാഥനായതുകൊണ്ട് പറഞ്ഞു വെച്ചതാണ്. കാരണം ഇതൊക്കെ ഈ അർത്ഥത്തിൽ ദുർവ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു വ്യാഖ്യാനത്തിനും ഒരു ദുർവ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അലാ ഇന്ന ഔലിയ, അറിയണം. പ്രത്യേകം ഒരു അലാം കൊടുത്തുകൊണ്ടാണ് ഈ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. അലാ ഇന്ന ഔലിയ അല്ലാഹ്, നിങ്ങൾ അറിയണം. നിങ്ങൾ നന്നായി അറിയണം. ഇന്ന ഔലിയ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെ സംബന്ധിച്ച് അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനൂ വ കാനൂ യത്തഖൂൻ, അവരുടെ ക്വാളിറ്റിയാണ് പറയുന്നത്, അവരുടെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അല്ലദീന ആമനൂ വ കാനൂ യത്തഖൂൻ, സത്യവിശ്വാസികളായിരിക്കും അവർ, തഖ്വയുള്ളവരായിരിക്കും അവർ. സത്യവിശ്വാസികളായിരിക്കും അവർ, തഖ്വയുള്ളവരായിരിക്കും അവർ. ഔലിയാഇൻ്റെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനുമാണ് അള്ളാഹ് പറഞ്ഞത്. ഒരു വളച്ചുകെട്ടില്ലാതെ വ്യക്തവും കൃത്യവുമായി അള്ളാഹ് പറയുകയാണ്. ഏതൊരാൾക്കും മനസ്സിലാകും. അള്ളാഹു ഇവിടെ ഔലിയാഇൻ്റെ മുഖമുദ്രയായിട്ട് പറയുന്നത് തഖ്വയാണ്. ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന സത്യവിശ്വാസികളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുൻപിൽ ഈ ഔലിയായിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോഴെല്ലാം തഖ്വയെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാ? ഇവർ തഖ്വയെ കുറിച്ചല്ല പറയുക. ഔലിയായിനെ കുറിച്ച് പറയുമ്പോൾ കറാമത്തിനെ കുറിച്ചേ പറയുള്ളൂ. അള്ളാഹ് ഇവിടെ വല്ല കറാമത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് ഇവിടെ എന്തെങ്കിലും കറാമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഔലിയാക്കളുടെ തഖ്വയാണ്, ജീവിത സൂക്ഷ്മതയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഔലിയാക്കളോട് അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട. എന്നിട്ടാണ് പിന്നെ അവരുടെ സ്വഭാവം അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനൊരു കമ്പാരിസൺ നടത്താം. അള്ളാഹു എന്താണ് ഔലിയാക്കളുടെ മുഖമുദ്രയായിട്ട് പറഞ്ഞത്? അള്ളാഹു ഔലിയാക്കളുടെ മുഖമുദ്രയായിട്ട് പറഞ്ഞത് തഖ്വയാണ്. ഇവരെന്താണ് നമ്മളോട് ഔലിയാക്കളുടെ മുഖമുദ്രയായിട്ട് പറയുന്നത്? കറാമത്താണ്. അതാണ് ഒരു വ്യത്യാസം. അള്ളാഹ് പറഞ്ഞത് ഔലിയാക്കൾ തഖ്വയുള്ളവരായിരിക്കും,
ഇവർ നമ്മളോട് പറയുന്നത് ഔലിയാക്കൾ കറാമത്തുള്ളവരായിരിക്കും. എന്നിട്ടാണ് ഈ കറാമത്തിന്റെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങളും കല്ലുവച്ച നുണകളും പറഞ്ഞ് ഈ കറാമത്തുകൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കറാമത്തുകൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ, തഖ്വ പറഞ്ഞ് പഠിപ്പിച്ചാൽ വല്ല ഗുണമുണ്ടാവുമോ? ഇപ്പൊ നിങ്ങളിൽ ഒരാള് നല്ല തഖ്വയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടാവുമോ? ഒരു ഗുണമുണ്ടാവൂല. അതേസമയം നിങ്ങൾക്ക് അത്ഭുതകരമായ കറാമത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഒന്നാന്തരം ഒരു വരുമാന മാർഗമായി മാറും. അതാണ് ഈ കറാമത്തിനെ കുറിച്ച് പറയുന്നത്. നമുക്കും ആവശ്യം അതാണ്. നമുക്ക് അങ്ങേയറ്റത്ത് അള്ളെ പ്രഖ്യാപിച്ച ഒരു തഖ്വയുള്ള ഔലിയായിനെ നമുക്ക് പറ്റൂല. കാരണം എന്താ? അയാളുടെ ജീവിതത്തിൽ സൂക്ഷ്മതയാണ് ഉണ്ടാവുക. നമ്മുടെ ഉടായിപ്പൊന്നും ചിലപ്പോൾ അയാളുടെ അടുത്ത് നടക്കൂല. അതേസമയം കറാമത്തുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കറാമത്തൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ഇതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചാൽ അത് ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് ഇവര് നമ്മൾക്ക് ഔലിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യൻ, രോഗം മാറ്റുന്ന ഒരു മനുഷ്യൻ, കളവ് പോയ വസ്തുക്കൾ എവിടെയാണെന്ന് പറയുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഒറ്റയടിക്ക് പിടിച്ചു നിർത്തുന്ന മനുഷ്യൻ, മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കുന്ന മനുഷ്യൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അള്ളാഹ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിത സൂക്ഷ്മതയുണ്ടാകും. ആരാധനകളടക്കം ജീവിതത്തിൻ്റെ സർവ്വ വ്യവഹാരങ്ങളിലും അവർ ദൈവിക നിയമങ്ങൾ പാലിക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. മറ്റൊന്ന്, അള്ളാഹ് എന്താ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട. ആരോടാ പറഞ്ഞത്? അള്ളാഹിന്റെ ഔലിയാക്കളോടാ പറഞ്ഞത്. ഇവര് നമ്മളോട് എന്താ പറയുന്നത്? നിങ്ങൾ ഔലിയായിനെ പിടിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട എന്നാണ്. അതാണ് വ്യത്യാസം. അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ഔലിയാണോ, നിങ്ങൾ പേടിക്കണ്ട, ദുഃഖിക്കണ്ട. എന്താ കാരണം? അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ടു. ദൈവിക വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അയാൾക്ക് പല അർത്ഥത്തിലും സംരക്ഷണം കൊടുക്കും. അള്ളാഹുവിൻ്റെ കരുതലുണ്ടാകും, അള്ളാഹുവിൻ്റെ കരുണ അയാളോടുണ്ടാകും. അതുകൊണ്ടാണ് പേടിക്കേണ്ടെന്ന് പറഞ്ഞത്. കാരണം അവർ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അയാൾക്ക് തഖ്വയുണ്ടാകും. തഖ്വ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഷോക്ക് അബ്സോർബറാണത് തഖ്വ എന്ന് പറഞ്ഞാൽ. അത് ഉണ്ടാകേണ്ട വിധം ഒരാൾക്ക് ഉണ്ടായാൽ അയാൾ നിർഭയനായിരിക്കും. കാരണം എന്താ? എൻ്റെ ചെയ്തികളും എൻ്റെ അനക്കങ്ങളും എൻ്റെ അടക്കങ്ങളുമെല്ലാം സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബൻ്റെ കൂടെ ഉണ്ട്, കൈപിടിക്കാൻ ഒരു റബ്ബുണ്ട്, അവൻ്റെ അറിവോടെ അല്ലാതെ ഇവിടെ ഒന്നും ചലിക്കുന്നില്ല എന്ന തഖ്വാബോധം ഉള്ളപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഭയം ഉണ്ടാവില്ല. നമുക്ക് എല്ലാം കാണുമ്പോൾ ഭയം ഉണ്ടാകണതിൻ്റെ പ്രധാന കാരണം ഈ തവക്കുൽ എന്ന് പറയുന്ന, ഒന്നാമത് തഖ്വയില്ല, രണ്ടാമത് തവക്കുലും ഇല്ല. ഇത് രണ്ടും ഇല്ലാതാകുമ്പോൾ നമ്മൾ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം ഈ തഖ്വയും തവക്കുലും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ കരുതലുണ്ടാകും. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. ഇവരെന്താ നമ്മളോട് പറഞ്ഞു തരുന്നത്? നിങ്ങളൊരു ഒലിയെ പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. കാരണം എന്താ? ഒലിയിന്റെ കാവലും ഒലിയിന്റെ കരുതലും നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റേ മുഹിദ്ദിമാലയിൽ നമ്മൾ പണ്ട് കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, എന്നെ പിടിച്ചോവർ ഏതും പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ മൊഹീദ്ദീൻ ശൈഖിനെ പിടിച്ചാൽ പിന്നെ അയാളൊന്നും പേടിക്കണ്ട. ഇവിടെ അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹിനെ പിടിച്ചാൽ പേടിക്കേണ്ട എന്നാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് ഇവരെ പിടിച്ചാൽ പേടിക്കേണ്ട. ഇതാണ് വ്യത്യാസം. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലോകത്ത് അറിയപ്പെടുന്ന സൂഫി വര്യന്മാർ വെറും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സൂഫിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ലംഘിക്കാതെ തഖ്വയോടുകൂടി ജീവിക്കുന്ന സൂഫി വര്യന്മാർ, അവർ ഒരു വലിയൻ്റെ ഏറ്റവും വലിയ കറാമത്തായി കണ്ടിട്ടുള്ളത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഉറച്ചു നിൽപ്പ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറതി വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. എത്ര വ്യക്തമാണ്! 41-ാം അധ്യായം ഫുസ്സിലത്തിലെ വാചകമാണിത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും, ഉറക്കെ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാൽ മൈക്കി പ്രഖ്യാപിക്കാന്നല്ല, ഉറച്ച നിലപാടുണ്ടാകും. സുമ്മസ്തഖാമു, എന്നിട്ട് ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനും വഴങ്ങാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കും.
എന്ന് പറഞ്ഞാൽ ആ ഉറപ്പിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അവിടെ തന്നെ നിൽക്കുക. ഒന്നും കാണിച്ച് പേടിക്കാനോ അയാൾ തയ്യാറാവില്ല. അയാൾ അതിനകത്ത് ഉറച്ചു നിൽക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ സഹായികളായിരിക്കും. ഇവിടെ മലക്കുകൾ അവതരിക്കും. സത്യവിശ്വാസികൾക്ക് ആശ്വാസമായിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഒരു കരുതലുണ്ടാകും, അവരുടെ ഒരു കാവലുണ്ടാകും എന്നാണ് അള്ളാഹ് പറയുന്നത്. ആ കരുതലുണ്ടാകും, കാവലുണ്ടാകും എന്നതുകൊണ്ട് മലക്കുകളോട് കരുതലും കാവലും ചോദിക്കാൻ പാടില്ല. ഇത് അള്ളാഹ് പറഞ്ഞതാണ്. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മഴ നമ്മൾ മദ്രസ മുതൽ പഠിച്ചിട്ടുണ്ടല്ലോ, മഴ പെയ്യിക്കുന്ന മലക്ക്, ഇടിമിന്നലുണ്ടാക്കുന്ന മലക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇടിമിന്നുമ്പോഴും മഴ പെയ്യാതിരിക്കുമ്പോഴും ഒക്കെ, മഴ കൂടുതൽ പെയ്യുമ്പോഴും ഒക്കെ ഈ നാട്ടിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ പറഞ്ഞ മലക്കുകളോട് ഈ മഴ ഒന്ന് നിർത്തണം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഈ ഇടിമിന്നലിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലക്കുകളോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് പരിചയമില്ല. എന്നാൽ അള്ളാഹ് ഇവിടെ മലക്കുകളെ കുറിച്ച് പറഞ്ഞെന്താ? നഹനു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ സഹായികളായിരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കണില്ല ഇവിടെ ആരും. മുഹ്യിദ്ദീൻ ശൈഖിനെയും പ്രവാചകനെയും ഏർവാടി ഔലിയെയും മടവൂർ ശൈഖിനെയും ഒക്കെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ പറയുന്ന എന്താണ്, എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കണ്ടിട്ട് അസ്രായിലെ എൻ്റെ മൗത്തിൻ്റെ വേദന ഒന്ന് കുറച്ച് തരണേന്ന് എന്തെങ്കിലും പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? അസ്രായിലാണല്ലോ റൂഹിനെ പിടിക്കുന്നത്, മരണവേദന ഉണ്ടാകുന്നാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മരണവേദന കുറക്കേണ്ട ആളാരാ? അസ്രായിലല്ലേ. എന്നിട്ട് അസ്രായിലിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. അപ്പൊ ഞാൻ പറയുന്നത് മുഖമുദ്ര. അപ്പൊ സൂഫികളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവരുടെ കറാമത്ത് എന്ന് പറയുന്നത് അത്ഭുത പ്രവൃത്തിയല്ല, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നതാണ്. ഏത് കാലത്തും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അത് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതാണ് യഥാർത്ഥത്തിൽ കറാമത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സൂഫി ഗുരുവായിട്ടുള്ള ലോകം അംഗീകരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു ചരിത്രമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വലിയ, എന്താണ് ഔലിയ എന്നൊക്കെ. ജുനൈദുൽ ബഗ്ദാദിയുടെ ഖാൻഗാഹിൽ, അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ ഒരിക്കൽ ഒരു അപരിചിതൻ വന്നു 5-6 മാസം താമസിച്ചു. അങ്ങനെ 3-4 മാസം താമസിച്ച് അയാൾ തിരികെ പോകാൻ നേരത്ത്, അതുവരെ എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി ചോദിച്ചില്ല. പോകാറായപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ വന്നിട്ട് 3-4 മാസം ആയല്ലോ, എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ 3-5 മാസമായിട്ട് ഇവിടെ ഉണ്ട്, താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിൻ്റെ പരിസരവും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഒരു കറാമത്തും ഞാൻ കണ്ടില്ല, ഇവിടെ ഒരു കറാമത്തും ഞാൻ കണ്ടില്ല, ഞാൻ പോവേണ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഈ മഹാനായ ജുനൈദുൽ ബഗ്ദാദി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 3-4 മാസം ഇവിടെ താമസിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് വിരുദ്ധമായത് എന്തെങ്കിലും ഇവിടെ നടന്നതായി നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ കണ്ടില്ല, ഇവിടെ എല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ കണ്ടത്, വേറൊന്നും ഞാൻ കണ്ടില്ല. അന്ന് അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് ജുനൈദുൽ ബഗ്ദാദി അദ്ദേഹത്തോട് പറഞ്ഞ ഒരു സംഭവം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അത് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അത്ഭുതങ്ങൾ കാണിക്കലല്ല. അത്ഭുതങ്ങളല്ല ഒരു വലിയൻ്റെ മുഖമുദ്ര, സൂക്ഷ്മതയാണ് ഒരു വലിയൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇമാം ഷാഫി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്നു, അല്ല അയാൾ വായുവിലൂടെ പറന്നു പോകുന്നു, എന്നാൽ പോലും അയാളുടെ ജീവിതം ഇസ്ലാമിക ശരീഅത്തിന് അനുസൃതമാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ബുദ്ധപ്രസ്ഥാനക്കാരല്ല, മുജാഹിദുകാരോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ തബ്ലീഗുകാരോ അല്ല, സാക്ഷാൽ ഇമാം ഷാഫി റഹ്മഹുല്ല പറയുന്നതാണ്. ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ, നമ്മളെ സംബന്ധിച്ച് നമ്മളെന്താ, ഒരൊക്കത്ത് നിസ്കരിച്ചില്ലെങ്കിൽ പോലും അയാൾ വെള്ളത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ നമ്മൾ അയാളെ പിടിച്ച് ഒലിയാക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുപോലെ തന്നെ അവിഭക്ത ഇന്ത്യയിലെ ലോകപ്രശസ്തനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ക്ലാസ്സിൽ ഒരു മനുഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ ഒലിയിനെ എങ്ങനെയാണ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക? താങ്കൾ ഒലിയിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു ഒലിയിനെ കണ്ടു. എന്നിട്ട് ആ ഒലിയിൻ്റെ വിശേഷണം പറയുക, എന്താ? ഞാൻ ഇന്നലെ റാവൽപിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ 2 പെട്ടി ഉണ്ടായിരുന്നു. ഈ പെട്ടി റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയില്ല. 2 പെട്ടിക്കും അത്യാവശ്യം ഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു പോർട്ടർ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ പെട്ടി ഒന്ന് പുറത്തോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തോട്ട് എത്തിച്ചു. അപ്പം ഞാൻ 1 രൂപ എടുത്ത് കൈ കൊടുത്തു. അപ്പോൾ അദ്ദേഹം തിരിച്ച് 50 പൈസ എനിക്ക് തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പെട്ടിക്ക് 25 പൈസയാണ്. 2 പെട്ടിയാണ് ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയി മാറ്റി വെച്ചത്. അതിൻ്റെ 50 പൈസ എനിക്ക് മതി. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു ഒലിയിനെ കണ്ടു എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അതിന് നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഒലികൾ എന്താണ്? നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഒലികളുടെ രൂപവും ഭാവവും കോലവും ഒക്കെ കണ്ടാൽ തന്നെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പരസ്യമായി ദൈവികമായ നിയമങ്ങൾ ലംഘിക്കുക, നേരെ ചൊവ്വെ മാന്യമായി കുളിച്ച് വസ്ത്രം ധരിക്കാതിരിക്കുക, എല്ലാം മഹത്വമാണ്. അതാ രസം. കുളിക്കാതിരിക്കുന്നത് മഹത്വമാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പേരിൽ നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം മാനസിക നില തെറ്റിയ ആളെ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ നിങ്ങളിൽപ്പെട്ട മാനസിക നില തെറ്റിയ ആരെങ്കിലും ഒരു മാനസിക നില തെറ്റിയ ഒരാളെ ഞാൻ സൂത്രത്തിനും പണത്തിനുള്ള മാർഗമായി കണ്ടാൽ കുറ്റക്കാരൻ അയാളല്ലല്ലോ, കുറ്റക്കാരൻ ഞാനല്ലേ. അങ്ങനെ നമ്മളതിനെ കാണേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, ഇതൊരു ചൂഷണത്തിനുള്ള വലിയ മാർഗമായി നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ജീവിത സൂക്ഷ്മതയുള്ളവനാണ് മുത്തഖി, ജീവിത സൂക്ഷ്മതയുള്ളവനാണ് വലി എന്ന് പറയുന്നത്. ഒറ്റ കാര്യം, നിങ്ങളുടെ ആഴത്തിലുള്ള, ഇവിടുന്ന് പോയാലും ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുക. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മളുടെയൊക്കെ അറിവിൽപ്പെട്ടിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളാണ്. 9-ാം അധ്യായം സൂറത്ത് തൗബ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഹിസാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അലീം. അല്ലാഹു പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി. സത്യവിശ്വാസത്തിന്റെ പാതയിൽ ആദ്യമേ തന്നെ മുന്നേറിയവർ ആര്? മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആരാണ് മുഹാജിറുകൾ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മനുഷ്യർ. ആരാണ് അൻസാരികൾ? ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളെ സ്വാഗതം ചെയ്ത അൻസാരി സഹാബികൾ, മറ്റു മുഹാജിർ സഹാബികൾ. ഈ 2 കൂട്ടർ, അവരെ സത്യസന്ധമായി പിന്തുടർന്ന ബാക്കിയുള്ളവരും. എന്നിട്ട് എന്താ പറയുന്ന അല്ലാഹ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവരുണ്ടല്ലോ, ആ പറഞ്ഞ കൂട്ടരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ പറഞ്ഞ കൂട്ടർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതാരാ അറ്റസ്റ്റ് ചെയ്യുന്നത്? ഇതിനെ അറ്റസ്റ്റ് ചെയ്യുന്നത് ആരാ? പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും വായിക്കപ്പെടുന്ന വേദഗ്രന്ഥത്തിലൂടെ ഇവർ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്യണം, സർട്ടിഫൈ ചെയ്യുകയാണ്. ഇവരെ ഞാൻ തൃപ്തിപ്പെട്ടു. ലോകത്ത് ഇവരെ കുറിച്ചല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന കൂട്ടരെ തൃപ്തിപ്പെട്ടു എന്ന്? നമ്മൾ ഇന്ന് സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ അവർ സ്വർഗത്തിലാണ്. ഇത് അല്ലാഹ് പറയാണ്, ഇവരെ ഞാൻ തൃപ്തിപ്പെട്ടു. അതിൽ കൂടുതൽ ഒരു അറ്റസ്റ്റേഷൻ ആർക്ക് വേണം? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന രാജാതിരാജനായ പടച്ചതമ്പുരാൻ പറയുകയാണ്, ഞാൻ ഇന്ന ആളുകളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്ത് നമ്പർ 1 ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. അവർ ബദറിൽ പങ്കെടുത്തവരാണ്. അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തതാണ്. ബദറിൽ പങ്കെടുത്ത ആ ഒരു പ്രത്യേക പ്രിവിലേജ് അവർക്കുണ്ട്.
ഉഹദിൽ പങ്കെടുത്ത ഒരു പ്രത്യേക പ്രിവിലേജ് അവർക്കുണ്ട്. അവരിൽപ്പെട്ടതാണ് ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും. ഇവരെല്ലാവർക്കും ഈ പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എത്രയോ ഇവരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഹദീസിൽ ഇവരുടെ ചരിത്രമുണ്ട്, സഹാബികളുടെ ചരിത്രമുണ്ട്. അതുകൂടാതെ വാലുകളിലൂടെ നമ്മൾ എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സഹാബികളുടെ ചരിത്രം രേഖപ്പെടുത്തിയ ചരിത്ര പുസ്തകങ്ങളുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഇവർ ഇന്ന് അവതരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒലിയിന്റെ കോലത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു സഹാബി ഇങ്ങനെയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ കുറെ വലിയ ഔലിയാക്കളുണ്ടല്ലോ. ഇവരുടെ ജീവിതത്തിൽ, ഈ സഹാബിമാരുടെ ഏതെങ്കിലും സഹാബിയുടെ ജീവിതത്തിൽ അവർ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ 3 കൊല്ലം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബിയുടെ ചരിത്രത്തിൽ ആ സഹാബി പോട്ടെ 6 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പകല് മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ഒരു സഹാബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. കുളിക്കാതിരുന്നാലും നല്ല അത്തറിന്റെ മണമുള്ള ഒരു സഹാബിയെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. പരസ്യമായി റമളാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സഹാബി നമ്മൾ ജന്മത്തിൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വർത്താനം. പച്ച റമളാനിൽ പരസ്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരു സഹാബിയുടെ ചരിത്രം നാളിതുവരെയുള്ള ജീവിത ചരിത്ര കേൾവിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്വന്തം ശരീരത്തെ അള്ളാഹുവിൽ ലയിച്ചതിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സഹാബിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? കിണറ്റിച്ചടാൻ പോകുന്ന ഒരു സഹാബിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹിനോടുള്ള ഹുബ്ബ് മൂത്ത് ഇന്ന സഹാബി കിണറ്റിച്ചടാൻ പോയി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ജന്മത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സഹാബിയുടെ ചരിത്രം പറയാൻ ഈ ഔലിയാക്കളെ കൊണ്ടുവരുന്ന ഒരു പണ്ഡിതനും കൊണ്ടുവരാൻ കഴിയില്ല. അവരെത്ര മുങ്ങിത്തപ്പിയാലും കൊണ്ടുവരാൻ കഴിയില്ല. ഇവർ ചൂഷണത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഔലിയാക്കളെ അല്ലാതെ അള്ളാഹു അറ്റസ്റ്റ് ചെയ്ത ഔലിയാക്കളിൽ നിന്ന് ഒരാളെ പോലും കൊണ്ടുവരാൻ ഇവർക്ക് കഴിയില്ല. കാരണം എന്താ? ഇസ്ലാമിൽ അങ്ങനെ ഒരു ഒലിയില്ല. എന്നാൽ ഇവർ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. മാനസികമായ നില നേരെ ചൊവ്വേ ഉണ്ടാവില്ല, നേരെ ചൊവ്വേ കുളിക്കില്ല, 6 മാസം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പരിചയപ്പെടുത്തുന്ന ഒരു ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു ഒലിയിൻ്റെ സ്വഭാവമായിട്ട് പറയുന്നത് അദ്ദേഹം 3 കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ചു എന്നാണ്. ഒരാൾ 3 കൊല്ലം തുടർച്ചയായിട്ട്, ഒരാൾ 3 കൊല്ലം വേണ്ട, ഒരു മാസം റമദാനല്ലാത്ത ഒരു മാസത്തിൽ 1 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ചാൽ തന്നെ അയാൾ അംഗീകരിക്കാൻ പറ്റൂല. ഇനി ഒരാൾ ഒരു 6 മാസം ഞാൻ തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചാൽ അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അയാൾ വലിയല്ല. കാരണം വെച്ചാൽ അള്ളാൻ്റെ റസൂല് നേരെ എതിരാണ് അതിന്. അങ്ങനെ ഞങ്ങൾ തയ്യാറാവാൻ പോവുകയാണ്. ഈ ഹുബ്ബ് മൂത്തിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത്, ആയിഷ ബീവിയുടെ അടുത്ത് വന്ന കഥയൊക്കെ ചരിത്ര ഹദീസിലുണ്ടല്ലോ. ഒരാൾ പറഞ്ഞു ഞാൻ എന്നും നിസ്കരിക്കാൻ പോവുകയാണ്, വേറൊരാൾ പറഞ്ഞു ഞാൻ പെണ്ണേ കെട്ടണില്ല, കാരണം ഈ പെണ്ണും കുട്ടികളും പിടക്കോഴിയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവാതെ വരിക, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാനേ പോകുന്നില്ല. പ്രവാചകൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ആയിഷ ബീവി വിവരം പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ അവരെ വിളിച്ചിട്ടും പറഞ്ഞു അതേ ഈ പരിപാടി പറ്റില്ല. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ്, നോമ്പ് പിടിക്കും, നോമ്പ് ഉപേക്ഷിക്കും, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഇതാണ് എൻ്റെ ചര്യ. എന്നിട്ട് ഈ ചര്യ നിങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഫലൈസ മിന്നി, എൻ്റെ കൂട്ടത്തിലല്ല അങ്ങനെയുള്ള ആളുകൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവർ പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഇവർ പരിചയപ്പെടുന്ന അള്ളാഹുവിനോടുള്ള ലയിച്ചതിൻ്റെ പേരിൽ മാസങ്ങളോളം കൊല്ലങ്ങളോളം നോമ്പ് പിടിച്ചു. ഇങ്ങനെയൊക്കെ നമ്മളെ സംബന്ധിച്ച് അത് അത്ഭുതമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെന്ത് വേണം? നമുക്ക് ഈ സംഭവങ്ങളൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്കും എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകൾ, അങ്ങനെ പോകുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഒരാൾ പോലും ഉണ്ടാകുമെന്ന് ഞാനിത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. വ്യാപകമായ ചൂഷണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ നമ്മുടെ സഹോദരിമാർ, ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒന്നും പുറകിൽ പോയി സമ്പത്ത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പുറകിൽ പോയി നമ്മുടെ ഏറ്റവും വലിയ ക്യാപിറ്റലായ ഈമാൻ പോകും. സമ്പത്ത് പോയ പോട്ടെന്ന് വയ്ക്കാം, ഈമാൻ തന്നെ പോകും.
അത് കളയാതെ നമ്മൾ നോക്കണം. കാരണം അത് ഏത് സമയത്തും ഇപ്പോൾ നമ്മളെ പല അർത്ഥത്തിൽ നമ്മുടെ ഈമാനെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിനിടയിൽ എത്രയെത്ര പാവപ്പെട്ട സ്ത്രീകൾ, നമുക്ക് സങ്കടം തോന്നും. ഏറ്റവും ദൈവവിരുദ്ധമായ ഒരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതിൻ്റെയും പേരിൽ. അള്ള നമ്മളോട് പറയുന്നു, നിങ്ങളെ ഞാൻ ഒലിയാക്കി തരാം. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ബാക്കിയുള്ള ഒലിയിൻ്റെ പുറകെ നടക്കുന്നത്? അള്ള നമ്മളോട് പറയണം, നിങ്ങൾക്ക് ഒലിയാകണോ? നിങ്ങൾക്ക് കറാമത്ത് വേണോ? ഇതാ ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വലാഖ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഓമൻ യത്തഖില്ലാ, ആർ അല്ലാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് സൂക്ഷ്മതയോടുകൂടി തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു, യജ്അൽ ലഹു മഖ്റജൻ, അവന്റെ കാര്യങ്ങൾക്ക് അല്ലാഹു ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവന് വിഭവങ്ങൾ ഒരുക്കി കൊടുക്കും. ഇതല്ലേ കറാമത്ത് എന്ന് പറയുന്നത്? ഇതല്ലേ കറാമത്ത്? ഇത് നിങ്ങൾക്കുണ്ടാ തരാമെന്ന് അല്ലാഹ് പറയുന്നു. ഓമൻ യത്തഖില്ലാ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അതിനൊറ്റ കണ്ടീഷനേ അല്ലാഹ് പറയുന്നുള്ളൂ, തഖ്വയോടുകൂടി ജീവിക്കണം. ജീവിതത്തിന്റെ പരമാവധി മേഖലകളിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ നോക്കണം. പ്രത്യേകിച്ച് സദാചാര മേഖലകളിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ, പ്രത്യേകിച്ച് സ്വഭാവ പെരുമാറ്റങ്ങളിൽ, മാതാപിതാക്കളോടുള്ള സമീപനങ്ങളിൽ, ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അവിടെയൊക്കെ സൂക്ഷ്മത തെറ്റിയാൽ അല്ലാഹു ഒരു പെട്ടെന്ന് അരിശം കയറുന്ന മേഖലകളാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ചൂഷണങ്ങൾക്കൊക്കെ ഇരയാക്കപ്പെടാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആനുമായി അടുത്ത ബന്ധം പുലർത്തിയാൽ അയാളെ പിന്നെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഖുർആൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിനുള്ള ഏക മാർഗം ഖുർആനുമായി നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കുക, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് നോളജ് നമുക്കതിനകത്ത് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പഠിച്ചാൽ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.